ഫിലിം ഗാരേജിന്റെ മലയാളി ഫ്രം ഇന്ത്യ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ മെയ് 1 ബുധനാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ നിവിൻ പോളി നായകനെത്തിയ മലയാളി ഫ്രം ഇന്ത്യ. ഡിജോയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സോഷ്യോ പൊളിറ്റിക്കൽ ഫീൽ ഗുഡ് എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ യഥാർത്ഥ ബോക്സ് ഓഫീസ് കേരള കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 2,53,00,000 സിനിമ ആദ്യ ദിവസം കേരളത്തിൽ മാത്രം ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുകയാണ്. ഒരു സമയത്ത് പോസിറ്റീവ് എല്ലാം തന്നെ സിനിമ നേടിയെടുത്തിരുന്നെങ്കിൽ 3 കോടിയെല്ലാം തന്നെ ഈസി ആയിട്ട് കളക്ഷൻ കടക്കേണ്ട സിനിമ കൂടിയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. പക്ഷെ മിക്സ്ഡ് അഭിപ്രായങ്ങളായിരുന്നു സിനിമ നേടിയെടുത്തത്. എങ്കിൽ പോലും നിവിന്റെ സിനിമ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ റെക്കോർഡ് കളക്ഷനാണ് മലയാളി ഫ്രം ഇന്ത്യ ആദ്യ ദിവസം കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. നിവിൻ പോളി നായകനെ എത്തിയ സോളോ ഹീറോ ആയിട്ട് എത്തിയ സിനിമകളിൽ ഏറ്റവും ഉയർന്ന കേരള FT കളക്ഷൻ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് മലയാളി ഫ്രം ഇന്ത്യ മാറിയിരിക്കുകയാണ്. അതേസമയം നിവിൻ പോളി അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ഉയർന്ന കേരള FT കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് അതിപ്പോഴും 2018 തിയേറ്ററുകളിലേക്ക് എത്തിയ നിവിന്റെ ചരിത്ര സിനിമയായ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയുടെ പേരിലാണ്. ലാലേട്ടൻ കൂടി വളരെ പ്രധാനപ്പെട്ട റോളിലെത്തിയ സിനിമയ്ക്ക് വമ്പൻ ഹൈപ്പ് നേടിക്കൊടുത്ത കായംകുളം കൊച്ചുണ്ണി ആദ്യ ദിവസം കേരളത്തിൽ 5 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു FT കളക്ഷൻ നേടിയെടുത്തത്. ഇപ്പോഴത്തെ 2018 നിന്നും 2024 എത്തി നിൽക്കുമ്പോൾ നിവിൻ അഭിനയിച്ച മലയാളം സിനിമകളിലെ കായംകുളം കൊച്ചുണ്ണിക്ക് ശേഷം ഏറ്റവും ഉയർന്ന കേരള FT കളക്ഷൻ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് മലയാളി ഫ്രം ഇന്ത്യ മാറിയിരിക്കുകയാണ്. 2,53,00,000 കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 1 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഷെയർ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്ന് മുതലുള്ള അടുത്ത 4 ദിവസങ്ങളിലെ കളക്ഷൻ എല്ലാം തന്നെ ആദ്യ വീക്കെൻഡിലെ കളക്ഷനാണ് നാം കൂടുതലായിട്ട് ഉറ്റുനോക്കുന്നത്. വേൾഡ് വൈഡ് FT കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല. കാത്തിരിക്കൂ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.